ഏകദേശം 44,200 കൂടുതൽ ഒഴിവുകളുമായിട്ടായിരുന്നു നമ്മുടെ GDS റിക്രൂട്ട്മെൻറ്റ്. മിനിമം 10ാം ക്ലാസ് മാത്രം മതി. വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ഫിസിക്കൽ ഇല്ല, അതുപോലെ ഇൻ്റർവ്യൂ ഇല്ല, അതുപോലെ ഇതിന് എക്സാം ഇല്ല, ഇങ്ങനെയുള്ള യാതൊരു കാര്യവുമില്ല. 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായിട്ടും ഇതിന് സെലക്ഷൻ നൽകുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് നമ്മൾ മുൻപ് അപ്ഡേറ്റ് ചെയ്തതാണ്. അതിനുശേഷം ഇതിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് ഇത്രയും ലിസ്റ്റുകളും വന്നിട്ടുണ്ടായിരുന്നു. ഫൈനലി ഇപ്പോൾ 4ാമത്തെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ആ ലിസ്റ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാൻ പോകുന്നത്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ പ്രോപ്പറായിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട. നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം. അപ്പോൾ മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന്, വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും എല്ലാവർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രാമീൺ താക് സേവക്കിലേക്ക്, നമ്മുടെ GDSിലേക്ക്, ഇന്ത്യ പോസ്റ്റിൻ്റെ കീഴിൽ GDSിലേക്കായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ 1ാമത്തെ ലിസ്റ്റ്, 2ാമത്തെ ലിസ്റ്റ്, 3ാമത്തെ ലിസ്റ്റ് ഇതുവരെ വന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്നു. ഇതിന് ഫിസിക്കലോ ഇൻ്റർവ്യൂയോ അല്ലെങ്കിൽ എക്സാമോ ഒന്നുമില്ല. നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. സോ ഇപ്പം പുതിയതായിട്ടൊരു ലിസ്റ്റും കൂടി, 4ാമത്തെ ലിസ്റ്റും കൂടി ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു GDS ഓൺലൈൻ എൻഗേജ്മെൻറ്റ്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കേരള എടുക്കുക. കേരള ഇവിടെ കാണാൻ സാധിക്കും. കേരളം എടുക്കുക. കേരളം എടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 3 വരെയുള്ള ലിസ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ 4ാമത്തെ ലിസ്റ്റ് വന്നത് കാണാൻ സാധിക്കും. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4ാമത്തെ ലിസ്റ്റ് ഡൗൺലോഡായി ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് 4ാമത്തെ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് 4ാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത്. GDS ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾഡ് ജൂലൈ 2024 കേരള സർക്കിളിൻ്റെ 4ാമത്തെ ലിസ്റ്റാണ് കാണുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവരുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. അതും 27/11/2024 മുൻപായിട്ട് നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നടത്തേണ്ട. നിങ്ങളുടെ പേരാണ്, അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളെങ്കിൽ ഏത് ഡിവിഷനിൽ പോയിട്ടാണ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നടത്തേണ്ടത് എന്നുള്ളതാണ് അവസാനമായിട്ട് കൊടുത്തിട്ടുള്ളത്. സോ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കുന്നതാണ്. എല്ലാ ഡിവിഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാണാൻ സാധിക്കുന്നതാണ്. മാവേലിക്കര കൊടുത്തത് കാണാൻ സാധിക്കും. അതുപോലെ ബാക്കിയുള്ള ഒരു ഡിവിഷനും കാര്യങ്ങളും തിരൂർ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ട്രിവാൻഡ്രം നോർത്ത് കൊടുത്തത് കാണാൻ സാധിക്കും. അതുപോലെ വടകര ഡിവിഷൻ കൊടുത്തത് കാണാൻ സാധിക്കും. അങ്ങനെ ടോട്ടലായിട്ട് 405 ഉദ്യോഗാർത്ഥികൾ ഇത്തവണ വന്നിട്ടുള്ള ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സോ വളരെ പെട്ടെന്ന് ലിസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാം. സോ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്കും കൂടി ചെയ്തേക്കുക.